ഹായ് എവരി വൺ, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ 2 സ്നാക്സ് ആണ് കേട്ടോ. അതും ഒരെണ്ണം എരിവും ഒരെണ്ണം മധുരവും. ഇത് രണ്ടും നമ്മൾ ഉണ്ടാക്കുന്നത് ബ്രെഡ് ഉപയോഗിച്ചാണ്. വളരെ എളുപ്പത്തിൽ അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ് കേട്ടോ. രണ്ടും കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്നതാണ്. ഈ 2 സ്നാക്സ് ഉണ്ടാക്കാനും അധിക സാധനങ്ങളും വേണ്ട കേട്ടോ. നമ്മളുടെ വീട്ടിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ആദ്യത്തെ ഐറ്റം ബ്രെഡ് കുഴക്കട്ടയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈസി ആയിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. അതിനായിട്ട് ആദ്യം ചെയ്യാറുള്ളത് തേങ്ങ ചിരകിയെടുക്കലാണ്. തേങ്ങയിലേക്ക് വെല്ലപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മധുരത്തിനായിട്ട് പഞ്ചസാര വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാം. ചെറിയൊരു ഫ്ലേവറിനായിട്ട് ഏലക്ക ചേർക്കുന്നവർക്ക് ചേർക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഇത് രണ്ടും മാത്രമായിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അത് മിക്സ് ചെയ്ത് മാറ്റി വെച്ച ശേഷം ബ്രെഡ് ഉണ്ടല്ലോ, അതിൻ്റെ സൈഡൊന്നും കളയാതെ തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് കേട്ടോ. അതിനെ നമ്മൾ വെള്ളത്തിലൊന്ന് നന്നായി മുക്കിയെടുക്കും, നന്നായി നനച്ചെടുക്കുകയെ അതിനുശേഷം കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കും, അതിലുള്ള വെള്ളം കളയാനാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും വെല്ലവും കൂടെ ഉണ്ടല്ലോ, അത് ആഡ് ചെയ്തിട്ട് കൈ കൊണ്ട് നന്നായി ഉരുട്ടിയെടുക്കും. അറ്റത്തിനെ ഒന്ന് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ അത് ഒട്ടിപ്പിടിച്ച് നല്ല ഉരുണ്ടയായിട്ട് വരാറുണ്ട് കേട്ടോ. എന്നിട്ട് അത് നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കാറുള്ളത്. ബ്രെഡ് ആയതുകൊണ്ട് തന്നെ അതിനകത്ത് ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു ഡ്രോപ്സ് വെളിച്ചെണ്ണ ഒഴിച്ച് തേച്ച് കൊടുത്തിട്ടാണ് പാത്രത്തിലേക്ക് വെക്കാറുള്ളൂ കേട്ടോ. ബ്രെഡും തേങ്ങയും വെല്ലവും ആയതുകൊണ്ട് തന്നെ കുക്കാവാനായിട്ട് അധികം സമയം വേണ്ടല്ലോ. 4-5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കുമ്പോൾ തന്നെ അടിപൊളി ബ്രെഡ് കൊഴുക്കട്ട റെഡിയായി. ഇനി നമ്മൾ ഉണ്ടാക്കാറുള്ളത് ബ്രെഡ് ബജിയാണ്. ഇതും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അതിനായിട്ട് നമ്മൾ ആദ്യം ആഡ് ചെയ്യുന്നത് അരിപ്പൊടിയാണ്. അരിപ്പൊടിയുടെ അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ കടലമാവും അതിൻ്റെ പകുതി ക്വാണ്ടിറ്റിയിൽ മൈദാമാവും ചേർക്കുന്നുണ്ട്. മൈദയ്ക്ക് പകരം ഗോതമ്പ് പൊടിയാണെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. അതിലേക്ക് പിന്നെ ആഡ് ചെയ്തത് മല്ലിയിലയും കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതുമാണ്. കൂടെ തന്നെ വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ എരിവിന് ആവശ്യമായ മുളക് പൊടിയും ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു നുള്ള് കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം മിക്സ് ആവാനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കും. ഈ സ്പൂൺ കൊണ്ട് കോരുമ്പോൾ ഇങ്ങനെ വീഴുന്ന പരുവത്തിലാണ് കേട്ടോ എടുക്കുന്നത്. മാവ് നമ്മളവിടെ സെറ്റാക്കി വെച്ചല്ലോ. ഇനി നമുക്ക് ബ്രെഡ് കട്ട് ചെയ്തെടുക്കാം. ഞാനിങ്ങനെ ക്രോസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഒരു ബ്രെഡ് 4 പീസ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എണ്ണ നന്നായി തിളച്ച് വരുന്ന സമയത്ത് ബ്രെഡിനെ നമുക്ക് ആ മാവിലേക്ക് മുക്കിയ ശേഷം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് 3-4 മിനിറ്റ് തന്നെ നമുക്കിത് തിരിച്ചിട്ട് കൊടുത്ത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള ബജിയാണേ. ഇന്നത്തെ 2 സ്നാക്സും ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ബൈ.